ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കർണാടകയിലെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ ബിസിബേള ബാത്ത് ആയാലോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പച്ചക്കറി ഒന്ന് വേവിച്ചെടുക്കണം. ക്യാരറ്റ് അരിഞ്ഞതും പിന്നെ അതേപോലെ പൊട്ടാറ്റോ, ബീൻസ് എല്ലാം 1/4 കപ്പ് വീതം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതേപോലെ 1/4 കപ്പ് സവാള അരിഞ്ഞത്, പിന്നെ ഇതിലേക്ക് വലിയ 3 ടൊമാറ്റോ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണ് പീനട്ട്, അതേപോലെ 2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാറുണ്ട്, ഡൗട്ടുള്ളവർ അതിൽ പോയി നോക്കിയാൽ മതി. ഇതിടക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് തുവർ ദാളും 1/4 കപ്പ് വൈറ്റ് മൂങ് ദാളുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൂങ് ദാൾ വേണ്ടെങ്കിൽ ഒഴിവാക്കാം, അതിന് പകരം 1/2 കപ്പ് തുവർ ദാൾ എടുത്താൽ മതി. കൂടുതൽ ടേസ്റ്റ് കിട്ടാറുണ്ട് മൂങ് ദാൾ ചേർക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് പച്ചക്കറിയുടെ കൂടെ തന്നെ വേണമെങ്കിൽ വേവിച്ചെടുക്കാം. സെപ്പറേറ്റ് വേവിക്കുമ്പോഴാണ് കുറച്ചും കൂടി കറക്റ്റ് പരുവത്തിൽ കിട്ടുന്നത്. ഇപ്പോൾ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണ് കായം അതും കൂടെ ചേർത്ത് മിക്സാക്കി കൊടുക്കാം. ഫ്രോസൺ ഗ്രീൻ പീസ് ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും, അങ്ങനെയാണ് ഞാൻ അവസാനം ചേർത്തത്. പിന്നെ നേരത്തെ വേവിച്ച് വെച്ച ദാൾ മിക്സ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 വേവ് വേവിച്ച ബാസ്മതി റൈസ് ചേർത്ത് കൊടുക്കുക. 3 കപ്പ് ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലോണം വെന്ത് പോകരുത് ചോറ്. പിന്നെ ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് ബിസിബele ബാത്ത് മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ നോക്കിയാൽ മതി. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്ത് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വെള്ളത്തിൻ്റെ അളവ് അങ്ങനെ പറയാനില്ല, ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ലൂസായിട്ട് തന്നെയാണ് വേണ്ടത്. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്തൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് ഒന്നും കൂടെ തിളക്കുമ്പോൾ ഓഫാക്കി കൊടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കുക. അതും ഒന്ന് റോസ്റ്റാക്കി എടുക്കുക. പിന്നെ ചേർക്കേണ്ടത് 2 റെഡ് ചില്ലി, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്തൊന്ന് റോസ്റ്റാക്കി എടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച റൈസിലേക്ക് ഇത് ചേർത്തൊന്ന് മിക്സാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇവിടുത്തെ കർണാടകയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.